എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള 17ാമത്തെ അലോട്ട്മെൻറ്റും അതുപോലെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റുമായിട്ടുള്ള അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയും നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുകയും രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അതിനുശേഷം നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. അവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ടഡ് എന്നും അതുപോലെ വ്യൂ അലോട്ട്മെൻറ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ കാണാൻ പറ്റുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണാൻ സാധിക്കുക. നിങ്ങൾക്ക് അലോട്ടഡ് എന്ന് പറഞ്ഞുകൊണ്ട് പച്ച കളറിൽ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് കാണുന്നുണ്ടെങ്കിൽ അവിടെ വ്യൂ അലോട്ട്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് നേരത്തെ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം കിട്ടിയ കോളേജുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് അവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ നിലവിൽ പുതുതായിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു കോളേജ് ഏതാണ് എന്നുള്ളതും ഏത് കോഴ്സിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും കാണാൻ പറ്റും. അതുപോലെ മെമോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ മെമോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമോ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ അവിടെ പുതുതായിട്ട് കിട്ടിയിട്ടുള്ള കോളേജ് ഏതാണോ ആ ഒരു കോളേജിൻ്റെ പേരും അതുപോലെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസുകളും കാണാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷനും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ഓപ്ഷൻസാണ് നിങ്ങളോട് ചോദിക്കുക. ഒന്ന് നിങ്ങൾക്ക് ഓൺലൈൻ മോഡായിട്ട് പേയ്മെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെഡറൽ ബാങ്ക് ശാഖ വഴിയും ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം എന്ന് പറയുന്നത് നവംബർ 23-ാം തീയതിയോ അതിന് മുമ്പോ ആയിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് നടത്താം എന്നുള്ളതാണ്. അത് നവംബർ 23-ാം തീയതിക്കകം ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ആദ്യത്തെ ഓൺലൈൻ മോഡാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ UPI ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ബാങ്ക് വഴിയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ആ ഒരു ചലാൻ മോഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ചലാൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട്, അതായത് പ്രിൻ്റ് എടുക്കാനായിട്ടുള്ള ഓപ്ഷൻ വരികയും ആ ഒരു ചലാൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുകയും അതിനുശേഷം തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്കിൻ്റെ ശാഖയിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ 25,000 രൂപയായിരിക്കും ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഉണ്ടാവുക. അത് എത്ര രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് എന്നുള്ളത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിലല്ല ഈ ഒരു ചലാനിലും, അതുപോലെ തന്നെ നിങ്ങൾ ഓൺലൈനാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിൽ പോകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അവിടെ എത്ര രൂപയാണ് നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റായിട്ട് അടക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഗവൺമെൻറ് കോളേജാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഏകദേശം 23,170 രൂപയാണ് ഫീസ് വരിക. ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലൊക്കെയാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ, അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജിലെ വേക്കൻസിയിലേക്കാണ് മറ്റ് കോഴ്സുകളിലേക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഏകദേശം ഒരു 22,000 ആ ഒരു റേഞ്ചിൽ മാത്രമാണ് ഫീസ് വരുന്നത്. സെൽഫ് ഫിനാൻസിലാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ 25,000 രൂപയാണ് ഫീ പേയ്മെൻറ്റ് വരിക. നിങ്ങൾ SC ST വിദ്യാർത്ഥികൾ അതുപോലെ OIC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ 1000 രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റായിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖയോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അഡ്മിഷൻ നേടുമെങ്കിൽ മാത്രമേ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുള്ളൂ. കാരണം നിങ്ങൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളെ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയുള്ള ആ ഒരു സീറ്റ് കൂടി നഷ്ടപ്പെടും. അതുപോലെ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷൻ നഷ്ടപ്പെടുന്നതും, അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നീട് റീഫണ്ടിനൊക്കെ അപ്ലൈ ചെയ്ത് കുറേ ടൈം എടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ അഡ്മിഷൻ നേടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുന്നതാണ്. ഓൺലൈൻ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാകും. അതുപോലെ തന്നെ നിങ്ങൾ ബാങ്ക് വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 24 മണിക്കൂറിന് ശേഷം മാത്രമാണ് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു നവംബർ 25-ാം തീയതി വൈകുന്നേരം 4 മണിക്കകം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ് ഏതാണോ ആ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് മെമ്മോയും അതുപോലെ മറ്റ് ഡോക്യുമെൻറ്റ്സും എടുത്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു നവംബർ 25-ാം തീയതി വൈകുന്നേരം 5 മണിക്കകം നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണെങ്കിൽ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ വിദ്യാർത്ഥികളെ കൺസിഡർ ചെയ്യുന്നതല്ല. സർക്കാർ നഴ്സിംഗ് കോളേജുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് ഈ ഒരു അനക്സ്റ്ററിൽ നൽകിയിട്ടുള്ള പ്രകാരമുള്ള ബോണ്ട്, അതായത് ഈ ഒരു
അതായത് നിർബന്ധിതമായിട്ട് നിങ്ങൾ സേവനം ചെയ്യുമെന്നുള്ളതാണ്. അതായത് CNS ആണ്, അതായത് കമ്പൽസറി നഴ്സിംഗ് സർവീസ് എന്നാണ് അതിൻ്റെ ആ ഒരു ഇത്, അതായത് ആ ഒരു പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. അപ്പോൾ അത് വിദ്യാർത്ഥികൾക്ക്, അതായത് നിങ്ങൾക്ക് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സ് ഗവൺമെൻറ് കോളേജിലാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്കൊരു ഇൻറ്റേൺഷിപ്പ് പോലെ ഒരു നിശ്ചിത കാലയളവ്, അതായത് 1 വർഷത്തേക്ക് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിൽ ജോലി ചെയ്യാനുള്ള ഒരു അവസരമുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് സ്റ്റൈപ്പൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. സ്റ്റൈപ്പൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പൈസയാണ്, അതായത് ഒരു സാലറി പോലെ ഓരോ മാസം ഒരു നിശ്ചിത ഗവൺമെൻറ് നിശ്ചയിച്ച പൈസ കിട്ടും. അതിനാണ് സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ കോഴ്സ് ഈ ഒരു പഠിക്കാൻ തുടങ്ങിയ ശേഷം നിങ്ങൾക്ക് പിന്നീട് പകുതിക്ക് വെച്ച് നിർത്തിപ്പോവുകയാണെങ്കിൽ നിങ്ങൾ 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കുമെന്നും, അതുപോലെ തന്നെ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ 1 വർഷത്തെ ആ ഒരു നിർബന്ധിതമായിട്ടുള്ള ആ ഒരു നഴ്സിംഗ് സേവനം നിങ്ങൾ ചെയ്യുമെന്നും നിങ്ങൾ നൽകുന്ന ഉറപ്പാണ്. അപ്പോൾ നഴ്സിംഗ് സേവനം നൽകിയിട്ടില്ല എങ്കിൽ നിങ്ങൾ പേ ആയിട്ട് 1 ലക്ഷം രൂപ നൽകും എന്നുള്ളതാണ് ആ ഒരു ബോണ്ടിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ അഡ്മിഷൻ എടുത്ത ശേഷമൊക്കെ ആ ഒരു ബോണ്ട് നൽകിയാൽ മതിയാകും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ കിട്ടുകയാണെങ്കിൽ മാത്രമാണ് ആ ഒരു രീതിയിൽ 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ ബോണ്ട് നൽകേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ നവംബർ 23-ാം തീയതി എന്ന് പറയുമ്പോൾ നാളെയാണ്. അപ്പോൾ നാളെ വൈകുന്നേരത്തിനകം ഈ ഒരു ഫീ പേയ്മെൻറ്റ് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ബാങ്ക് വഴിയോ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു നവംബർ 25-ാം തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. അതുപോലെ തന്നെ അഡ്മിഷൻ നേടുന്ന സമയത്ത് വിദ്യാർത്ഥികൾ സെൽഫ് ഫിനാൻസിലാണ് കിട്ടിയതെങ്കിൽ ഏകദേശം 81,000 രൂപ ഈ ഒരു അഡ്മിഷൻ സമയത്ത് കോളേജിൽ അടക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ആ ഒരു ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ കിട്ടിയിട്ടുള്ള സീറ്റ് പോകും, പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതെ ഈ ഒരു അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിലും ഈ ഒരു സെയിം കാര്യമാണ് വരിക. അതായത് നിങ്ങൾക്ക് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സീറ്റ് നഷ്ടപ്പെടും. അതായത് രണ്ടിലും സെയിം ആണ് ഇത് വരുന്നത്, അതായത് അതിൻ്റെ ആ ഒരു പ്രൊസീജിയറൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു അതായത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.